കാരണം ബിഗ് ബോസ് താരങ്ങളാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ കിടന്ന് പൊരിഞ്ഞടി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ BJP ഭാഗമായിട്ട് ഇപ്രാവശ്യം കുണ്ടറയിൽ ഇലക്ഷനിൽ നിന്ന് 8 നിലയിൽ പൊട്ടിയിട്ടുള്ള നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ജി ഒരു ഒന്നാം തരം തട്ടിപ്പാണെന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ അഖിൽമാരാർ 2020 ഭാഗമായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് താമരയ്ക്കകത്ത് ചവിട്ടിയ ലവൻ ഇപ്പോൾ പറഞ്ഞത് കേട്ടല്ലോ. ഇവരെല്ലാം സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഈ BJP എന്ന് പറയുന്ന ഈ പാർട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ BJP ഭരിക്കുന്നത് കൊണ്ട് കേരളത്തിൽ ഇവർക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ടും ചിക്കിളി നന്നായിട്ട് കിട്ടുമെന്ന് ഉള്ളതുകൊണ്ടുമാണ് ഇവന്മാരെല്ലാം ഇതിനകത്ത് കയറിയിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ അല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ ഇവരൊഴുക്കിയത്. 17 ചാക്കുകളിലായിട്ട് 25 കോടി രൂപ ഒഴുക്കിയ കഥകളൊക്കെ BJP തൃശ്ശൂരിലുള്ള ഒരു സെക്രട്ടറി തന്നെ പറഞ്ഞത് നമ്മൾ കേട്ടതാണല്ലേ. അപ്പം കണ്ടരമാനം കള്ളപ്പണമാണ് ഇവർക്ക് വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ നോക്കേണ്ടവരോ അല്ലെങ്കിൽ ഇതൊക്കെ പിടിക്കേണ്ടവരോ ഒന്നും പിടിക്കുന്നുമില്ല, നോക്കുന്നുമില്ല. ഈ നാഥനില്ല കളരി പോലെയായി ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ. BJP എന്നാൽ വർഗീയവാദികളാണ്. അവരുടെ തത്വങ്ങളെക്കുറിച്ച് എനിക്ക് ABCD അറിയില്ല. ഞാനൊരു പക്ക ബിസിനസ്സുകാരനാണ്. നമ്മുടെ BJP കുണ്ടറയിൽ നിന്ന് പൊട്ടിയ റോബിൻ രാധാകൃഷ്ണൻ ജിയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വേദലക്ഷ്മി ഉണ്ടല്ലോ, കഴിഞ്ഞ സീസണിൽ ബിഗ് ബോസിനകത്തുണ്ടായിരുന്ന വേദലക്ഷ്മി കുറച്ച് സംഭവങ്ങൾ ഇങ്ങനെ പുറത്തു വിട്ടിട്ടുണ്ട്. നീ നിർത്തുന്നിടത്ത് നിന്ന് ഞാൻ തുടങ്ങും, നീ വാടാ റോബിനെ, നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു വേദലക്ഷ്മി. ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് കുറച്ച് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതായത് ആദ്യം നമ്മുടെ റോബിൻജി പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് വേണം. വേദലക്ഷ്മിയുടെ ഒരു ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്. വേദലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ടല്ലോ, ഈ സ്ത്രീന് റെഡിയായി വന്ന് ഇരുന്ന് ഇതേപോലെ വീഡിയോ ചെയ്യാനുള്ള പകുതി സമയമുള്ള പുള്ളിക്കാരിക്ക് പോലീസ് സ്റ്റേഷനിൽ വരാൻ. അപ്പോൾ എന്താണ് ഇന്റൻഷൻ ഇവരുടെ? ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അതിന് റിപ്ലൈ പറയാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ? അപ്പോൾ വരണമെങ്കിൽ വേദലക്ഷ്മി നീയും അബിൽദേവനെയും ഇവനെയൊക്കെ ആ ട്രേക്കോ മണ്ടനെയൊക്കെ കൂട്ടിക്കൊണ്ട് എവിടെ വാ, പോലീസ് സ്റ്റേഷനിൽ വാ, ഞാൻ അവിടെ വെച്ച് കാണാം. തേങ്ങയുടെ മൂട്. ഈ പറഞ്ഞ വേദലക്ഷ്മിനെ ഞാൻ അറിയുന്നത് അബിൽദേവ് എന്ന് പറഞ്ഞ ഒരാളിനെയാണ്. അബിൽദേവ് എന്ന് പറയുന്ന കേരള ഫാഷൻ ലീഗിൻ്റെ ഓണറാണ്. പുള്ളിക്കാരൻ ഒരു പീഡന കേസിലെ പ്രതിയാണ്. നിങ്ങൾക്ക് പുള്ളിക്കാരനെ പറ്റി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ എന്നെ 2025 ഒരു ഫെബ്രുവരി ടൈമിൽ എന്നെ കോൺടാക്ട് ചെയ്തു. നമ്മൾ മരിച്ചുപോയ റോയ് സർ, കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ റോയ് സാറിൻ്റെ ബർത്ത്ഡേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ എൻ്റെ മാരേജിൻ്റെ ദിവസമായത് കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ പുള്ളിക്കാരടുത്ത് പറഞ്ഞു എനിക്ക് റോയ് സാറിനെ ഒന്ന് കണക്ട് ചെയ്ത് തരണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളും എന്തെങ്കിലും ബ്രാൻഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ന് കണക്ട് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ എന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഫിനാൻഷ്യലി കുറച്ച് ചെറിയ സ്ട്രഗിൾസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ തീർക്കാൻ വേണ്ടി എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് സുഹൃത്തായിട്ടുള്ള വേദലക്ഷ്മി ഇതേപോലെ UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു പുള്ളിക്കാരിയാണ്. അപ്പോൾ പുള്ളിക്കാരി ഇതേപോലെ ബിഗ് ബോസിൽ പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് അതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നീ ഹെൽപ്പ് ചെയ്യണം, നീ മാക്സിമം സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ചെയ്യണം. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഈ വേദലക്ഷ്മിനെ അറിയത്തില്ല. അങ്ങനെ ഈ പറഞ്ഞ അബിൽദേവും വേദലക്ഷ്മിയും കൂടെ നമ്മളെ ബൊട്ടിക്കിൽ വരുന്നു. പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ ഇവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്നെ ഭയങ്കര കാര്യമായിട്ട് ഈ പറഞ്ഞ അബിൽദേവ് എൻ്റെ അനിയനാണ്, എനിക്ക് പറക്കാതെ പോയ എൻ്റെ സഹോദരനാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ കൂടിയതിന് ശേഷം നിങ്ങൾക്ക് പലർക്കും ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ബിഗ് ബോസിൻ്റെ സമയത്ത് വേദലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് പുള്ളിക്കാരി ഇഷ്ടമല്ല. എന്നിരുന്നാലും ഈ പുള്ളിക്കാരെ എന്നെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത് കാരണം പല സമയത്ത് ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഞാൻ ഫോഴ്സ്ഫുള്ളി സപ്പോർട്ട് ചെയ്യേണ്ടി വന്നതുമാണ്. അത് മാത്രമല്ല അതിൻ്റെ അകത്ത് ബിഗ് ബോസിൻ്റെ അകത്ത് ആദില നൂറൊക്കെ അഗൻസ്റ്റൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്ന സമയത്ത് ഞാൻ പേഴ്സണലി പറഞ്ഞിരുന്നു എനിക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് ഞാനത് പബ്ലിക്കലി പറഞ്ഞിരുന്നത്. അപ്പം ഇതിങ്ങനെ പോകുന്നു. ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ അക്കൗണ്ടിൽ നിന്ന് ചിലപ്പോൾ പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ പുള്ളിക്കാരൻ റിലേറ്റ് ആയിട്ടുള്ള ആരെങ്കിലും അക്കൗണ്ടിൽ നിന്നായിരിക്കും ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ചില സമയങ്ങളിൽ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു സെൽഫി വീഡിയോ പുള്ളിക്കാരന് വേണം. എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ എനിക്ക് ഇങ്ങനെ കാശിൻ്റെ ആവശ്യമുണ്ട്, അപ്പം ഇന്ന കാശ് ഞാൻ. അപ്പം പെണ്ണുപിടിയനാണെങ്കിലും ഇനി ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിലും എനിക്ക് ചിക്കിളി തന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും എന്നാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ ഒരു ചുരുക്കം. നീ ഒന്നുമില്ലെങ്കിലും ഒരു ഡോക്ടർ അല്ലേടി, എന്തിനാണ് ഈ തറ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? ഇവനൊരുമാതിരി മറ്റേ ചന്തപ്പിള്ളാറുടെ പരിപാടിയാണല്ലോ ഈ കാണിക്കുന്ന മൊത്തത്തിൽ. ഇനി നമുക്ക് ഇവൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്ന വേദലക്ഷ്മിയുടെ വീഡിയോ എന്ന് കണ്ടതിന് ശേഷം ഈ BJP വർഗീയവാദികളാണ് എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പും കൂടെ വന്നിട്ടുണ്ട്. അതും കൂടെ എൻ്റെ മിത്രങ്ങളെ നിങ്ങൾ ആരും കാണാതെ പോകരുത്. നമുക്ക് വേദലക്ഷ്മി പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ എൻ്റെ ഒരു സൺഡേ തുടങ്ങിയത് ഈ ഒരു സ്റ്റോറിയും അതിൻ്റെ പേരിലുള്ള എനിക്ക് വന്ന DMും മെസ്സേജസും വെച്ചാണ്. സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് ചൊറ മെസ്സേജസ്. ഇതെന്താണ്, നാളെ രാവിലെ ഒരു 10-11 മണി ആകുമ്പോഴത്തേക്കും പാലാരിവട്ടം സ്റ്റേഷനിലെത്തണം. പരാതി കൊടുത്തിരിക്കുന്നത് റോബിൻ. എനിക്ക് റോബിനോട് പറയാനുള്ളത്, റോബിൻ എനിക്ക് നാളെ ജോലിയുണ്ട്, നിന്നെ പോലെ ഞാൻ വെറുതെ ഇരിക്കുമല്ല, വിളിക്കുമ്പോൾ ഉടനെ സ്റ്റേഷനിലോട്ട് വരാൻ. രാവിലെയും ഉച്ച കഴിഞ്ഞിട്ടും ഒക്കെ വർക്കുണ്ട്. അപ്പോൾ ഇത് എനിക്ക് അവരുടെ അടുത്ത് ധരിപ്പിക്കാനുള്ളവരോട് ഞാൻ ധരിപ്പിച്ചിട്ടുണ്ട്. അവിടെ എൻ്റെ ജോലി കഴിഞ്ഞിട്ട് സൗകര്യമുള്ള സമയത്ത് ഞാൻ അവിടെ വന്ന് എൻ്റെ സൈഡ് കംപ്ലീറ്റ്ലി ഉള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം. അതവിടെ നിൽക്കട്ടെ. പിന്നെ ചെറിയൊരു ഓലപ്പടക്കം കണ്ടപ്പോഴത്തേക്കാണ് നീ ഇത്രയും കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ശരിക്കുള്ള തൃശ്ശൂർ പൂരം അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്കും എന്തായിരിക്കും നിന്റെ അവസ്ഥ? നീ ചെയ്യാൻ പറ്റുന്ന എല്ലാം കൂടെ അങ്ങോട്ട് ചെയ്യ്. നിന്റെ മാനിപ്പുലേറ്റഡ് സ്റ്റോറീസോ അല്ലെങ്കിൽ ബന്ധങ്ങളോ ചെയ്യാൻ പറ്റുന്ന എല്ലാം വെല്ലുവിളിക്കാൻ തന്നെ വെച്ചു, നീ ചെയ്തോ. നീ എവിടെ നിർത്തുന്നോ അവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഒന്നുകൂടെ പറയാം റോബിൻ, നീ എവിടെ നിർത്തുന്നോ അവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും.
ഇത് വെറുതെ പറയുന്നതല്ല. കുറേ നാൾ വെയിറ്റ് ചെയ്തു, പക്ഷെ എങ്ങനെ ചെയ്തിട്ടും ലീഗലി തന്നെ പോകാൻ ഉദ്ദേശിച്ചിട്ടും. പിന്നെ നിന്നോട് എനിക്ക് സഹതാപം തോന്നുന്നൊരു കാര്യം, ഒരു സൈബർ കൊട്ടേഷൻ ഒക്കെ നീ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കറങ്ങി തിരിഞ്ഞ് നിനക്ക് തന്നെ ഇപ്പൊ വിനായി വന്നിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്തോ ഓർമ്മ വന്നതെന്ന് പറയട്ടെ. ഈ പണ്ട് ഈ മുട്ടനാടുകളെ തമ്മിലിടിപ്പിച്ചിട്ട് ചോര പിടിക്കാൻ നിൽക്കുന്ന കുറുക്കന്റെ കഥയില്ലേ, അതൊക്കെ പണ്ട്. ഇത് 2026. മുട്ടനാടുകൾ തന്നെ ഒന്ന് ആലോചന കണ്ടേ ചെയ്തോളൂ. ഇപ്പൊ ഇടയ്ക്ക് നിന്നിട്ട് ഇടി കൊള്ളാൻ പോകുന്നത് നിനക്കാ. നീ എന്തൊക്കെ ചെയ്താലും ഇതിനകത്ത് നിനക്ക് ഇനി രക്ഷപ്പെടാൻ പറ്റത്തില്ല. സോ വെയിറ്റ് ആൻഡ് വാച്ച്. ബ്രോ, ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നോട് ചോദിച്ചു വൈ BJP എന്ന് ചോദിച്ചു എന്റെ അടുത്ത്. അപ്പൊ എനിക്ക് അവിടെ BJPയുടെ തത്വങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ABCD അറിഞ്ഞുകൂടാ, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്താണ്, ക്ലെവറായിട്ട് പറഞ്ഞു, സാർ എനിക്ക് മോഡിജിനെ ഇഷ്ടമാണ് സാർ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള. ഞാൻ മോഡിജിനെ ഒന്ന് ഫോളോ ചെയ്തപ്പോ എന്ത് ചെയ്ത്, എനിക്കുണ്ടായ സാധനം എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടറല്ല സാധനം എടുത്ത് കാണിച്ചപ്പം ഒരു പ്രൈം മിനിസ്റ്ററിന് അത് മോഡിജിനെ ഫോളോ ചെയ്തപ്പോ അടുത്ത ദിവസം റിപ്പോർട്ടറിൽ ഇങ്ങനെ ഒരു ന്യൂസ് വരണമെങ്കിൽ ഞാൻ എന്തുമാത്രം ഇമ്പാക്ട് ആയിരിക്കും എന്റെ കാര്യത്തിൽ എന്ത് ചെയ്യുന്ന ക്യൂരിയോസിറ്റിയിൽ ഇവർ ചിന്തിക്കുന്നതെന്നായിരിക്കും എന്ത് ചെയ്തിട്ടുള്ളത്, അവരത് ചിന്തിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതെല്ലാം കഴിഞ്ഞല്ലോ ബ്രോ. ഇനി ഞാൻ ഈ ഒരു പൊളിറ്റീഷ്യൻ ആയി കഴിഞ്ഞെന്ന് വെച്ചോ, ഞാൻ ഇനി ഒരു പൊളിറ്റിക്സ് യൂഷ്വലി എങ്ങനെയാ BJP എന്ന് വെച്ചാൽ ഞാൻ വർഗീയവാദികളാണ്, മനസ്സിലായില്ലേ? സത്യം പറയല്ലേ, ഭയങ്കരമായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ പറയാറുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ സ്ഥാനാർത്ഥിയാന്ന് വെച്ചോ, മനസ്സിലായില്ലേ? എന്റെ അടുത്ത് ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പൊളിറ്റീഷ്യൻ ആയിട്ട് സംസാരിക്കാണ്, അവിടെയാണ് എന്റെ ഹൈലൈറ്റ്. ബ്രോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ പ്രാക്ടീസ് കിട്ടിയിട്ടുണ്ട് ബ്രോ. എത്ര പേര് വന്നാലും എത്ര ആൾക്കാർ വന്നാലും എല്ലാവരുടെ കൂടെ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് അതിലൊന്നും ഒരു മടി എന്തില്ല. കാരണം ബ്രോ എഴുതി വെച്ചോ ബ്രോ, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ആയിരിക്കും ഞാൻ, മനസ്സിലായി? ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഇപ്പൊ എന്താ പറയുക, കഴിഞ്ഞ ദിവസം വരെ ഞാൻ MLA ആയിട്ട് കൈവക്കുന്ന സാധനം മാത്രമേ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ മന്ത്രിയായിട്ട് നമ്മളെ BMW മറ്റേ സാധനമൊക്കെ വെച്ച് പോണതാണ് പച്ച വണ്ടിയില്. ആലോചിച്ച് നോക്കണേ, പച്ച വണ്ടിയില് മനസ്സിലായ? എനിക്ക് കിട്ടുന്ന സാലറി നിന്നും എന്റെ ഇതിൽ നിന്നും ഞാൻ ഡീസൽ അടിച്ചിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്. ബ്രോ ഒന്ന് ആലോചിച്ച് നോക്കിയ ബ്രോ, ആരുണ്ട് ബ്രോ അതേപോലെ ഒരു പൊളിറ്റീഷ്യൻ? എന്ന് വെച്ചാൽ നമ്മുടെ ലുക്കോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയോ നമ്മുടെ കാര്യങ്ങളോ ഒന്നുമല്ല യഥാർത്ഥത്തിലുള്ള സംഭവം. നമ്മളെ പ്രവൃത്തിയാണ് എന്ത്. ആ പ്രവൃത്തിയിൽ ജനങ്ങൾക്കും വേണ്ടി 200% ഇടും, എനിക്കും വേണ്ടി ഇടും. ഞാനൊരു പക്ക ബിസിനസ്മാൻ ആ സമയത്ത്, മനസ്സിലായില്ലേ? കാരണം ജനങ്ങൾക്കും ചെയ്ത് നാട്ടിനും ചെയ്ത് നമുക്കും ചെയ്ത് ആർക്കും പരാതി ഇല്ലെന്നേ, മനസ്സിലായില്ലേ? പിന്നെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്ത് പോകാൻ നിങ്ങളെ പോലെ ഒരാളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ, മനസ്സിലായില്ലേ? കാരണം എന്നെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രാപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കേട്ടാ, ഈ ഇവനെയൊക്കെ താങ്ങിക്കൊണ്ട് നടക്കുന്ന മിത്രങ്ങളെ ഉളുപ്പോ മാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേ വിട്ടിട്ട് ഓടിക്കോട്ടാ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിലും അഴുക്ക് പരിപാടിയായിട്ട് ഇവൻ രംഗത്തേക്ക് വരും. ഇവൻ ഡോക്ടർ എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. എന്താണേലും ഇവൻ ഒരു ഒന്നാന്തരം ഡോക്ടർ തന്നെയാണ്. അത് എന്തിന്റെ ഡോക്ടറാണെന്നുള്ളതാണ്. വേദലക്ഷ്മി ബിഗ് ബോസ് താരം, റോബിൻ ബിഗ് ബോസ് താരം, അഖിൽ മാരാർ ബിഗ് ബോസ് താരം, പിന്നെ വേറെ 2-3 ഉണ്ടായിരുന്നല്ലോ ചക്ക ചിഹ്നത്തിലൊക്കെ മത്സരിച്ച് 8 നിലയിൽ പൊട്ടിയ. ഇവരെല്ലാം പണം ആഗ്രഹിച്ചു വരുന്നവരാണ്. ഇവരൊന്നും ജനങ്ങളുടെ സേവനത്തിനോ ജനങ്ങളുടെ ക്ഷേമത്തിനോ വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല. പക്കാ ബിസിനസ്സുകാരാ. പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം എന്ത് തറ പരിപാടി, ആരുടെയും ആസനം വരെ നക്കി വെളുപ്പിക്കാൻ ഉളുപ്പില്ലാത്ത ദേവറ്റകളെയൊക്കെ കേരളത്തിലെ പൊതുസമൂഹം നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ. ഈ ബിഗ് ബോസ് കൊണ്ട് കേരളത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണവുമില്ല, മറിച്ച് ഉപദ്രവം മാത്രമേ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. ഇതിനകത്ത് വിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക സാധനങ്ങളും അലവലാതിത്തരവും കൂതറത്തരവും വീട്ടിൽ മാനവ മര്യാദയായിട്ട് നടക്കുന്ന ഒരെണ്ണത്തിനെയും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കത്തില്ല. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെല്ലുവിളി റോബിൻജി നീ ഇത് ഏറ്റെടുത്തോ. തൃശ്ശൂർ പൂരത്തിന് അമിട്ട് പൊട്ടുന്ന കണക്കായിരിക്കും ഇനി 11ന്റെ ഓരോ കുൽസിത പ്രവർത്തികളും പുറത്തേക്ക് വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കാത്തിരിക്കാം, വെയിറ്റ് ആൻഡ് സീ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.